എന്ന് മത്തിയും അയിലയും കഴിച്ച് മടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീനാണ് വാങ്ങിയത്. വൃത്തിയാക്കി തരുമോയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടന്മാർ ഒരു മടിയും കൂടാണ്ട് എനിക്ക് വൃത്തിയാക്കി തന്നു കേട്ടോ. സ്വന്തമായി മാർക്കറ്റിലൊക്കെ വരാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ മീൻ വാങ്ങാറ്. മീനൊക്കെ വൃത്തിയാക്കി കിട്ടിയത് കൊണ്ടേ നമുക്ക് അധികം പണികളൊന്നുമില്ല. തേങ്ങയിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ കൂടി ചേർത്ത് അരച്ച് ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഇട്ടു കേട്ടോ. നോക്കിയപ്പോൾ എനിക്ക് അധികം എരിവൊന്നും തോന്നാത്തതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ വാരിക്കോരി ഇട്ടിട്ട് ഞാൻ തീയൊക്കെ കത്തിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് കറി ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ മാങ്ങകളൊക്കെ കഷ്ണിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടു. അവസാനത്തെ കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ടില്ല, ഞാൻ എൻ്റെ വായിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഉപ്പിട്ടില്ല എന്ന ബോധം വന്നത്. അങ്ങനെ ഉപ്പും കൂടി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ പൊന്നെ, ഞാൻ എന്ത് ചെയ്യണം, കരയണോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇത് ഫ്ലോപ്പ് ആവും തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചു. അങ്ങനെ ഇനി 10 മിനിറ്റ് ആണോ 20 മിനിറ്റ് ആണോ വേവിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ടിരിക്കുമ്പോഴാണ് പൂച്ചക്കുട്ടി വന്നത്. അപ്പോൾ അവനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവനിട്ട് തട്ടിക്കൊടുത്തു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒട്ടും സമയം കളയാനില്ല, കാരണം 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വറക്കാനുള്ള പരിപാടിയൊക്കെ വറുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നേ മണം ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫ്ലോപ്പ് ആവുമെന്ന് തീർച്ചപ്പെടുത്തി എൻ്റെ കറി എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഞാൻ എന്ത് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചാലും അത് അടിപൊളിയായിട്ടുണ്ടാവും. എന്ത് അടിപൊളിയാവുമെന്ന് വിചാരിച്ച് ചെയ്തോ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കലായിരുന്നു കേട്ടോ പരിപാടി. അപ്പോഴാണ് ഇതേ കുറച്ച് കോവയ്ക്ക കൈ കിട്ടിയത് കേട്ടോ. കുറച്ച് മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് 2 മുട്ട കൂടി ചേർത്തിട്ട് ഒരു തോരൻ ഞങ്ങൾ ഉണ്ടാക്കി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അത് കഴുകിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത സ്ഥലമൊക്കെ ഞാനൊന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടു. അപ്പോൾ ഏട്ടൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.